യുദ്ധമുന്നണിയിലേക്ക് സാധനങ്ങളുമായി പോകുന്ന ഈ ഗുഡ്സ് ട്രെയിനിന് മുകളിൽ പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ ബോംബുകൾ ചറപറ ഈ ഗുഡ്സ് ട്രെയിനിൻ്റെ മുകളിൽ വീഴുന്നു. അതിഭീകരമായ ആ ട്രെയിൻ അതിസ്ഫോടനത്തോടെ നശിക്കുന്നു. ഈ 13 പേരിൽ 6 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനേ പറ്റിയിട്ടില്ല. അത്രയ്ക്ക് ഭീകരമായിരുന്നു ആ സ്ഫോടനം. ഒരുപക്ഷെ യുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ മനുഷ്യർ രേഖപ്പെടുത്തിയിട്ടേയില്ല. യുദ്ധാനന്തരം പട്ടാളക്കാർ വലിയ ബഹുമതികൾ നേടുന്നു. മരിച്ചവരും അല്ലെങ്കിൽ വലിയ യുദ്ധങ്ങൾ ജയിച്ച നായകന്മാർ രാജ്യമാകെ ഹീറോസായി വാഴ്ത്തപ്പെടുന്നു. എന്നാൽ ഈ കൊല്ലപ്പെട്ട മനുഷ്യർ ഇന്ത്യയുടെ സെക്കൻഡ് ഡിഫൻസായി, ഇന്ത്യൻ പട്ടാളത്തിൻ്റെ പിന്തുണയുമായി, പട്ടാളത്തിനുള്ള പിന്നണിയായി പ്രവർത്തിച്ച ഈ റെയിൽവേ ജീവനക്കാർ ഒരു ചരിത്രത്തിലും, യുദ്ധത്തിൻ്റെ ചരിത്രത്തിലുമില്ല, ഇന്ത്യയുടെ ചരിത്രത്തിലുമില്ല. നിങ്ങൾക്കറിയാമോ, ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയുടെ ലൈഫ് ലൈൻ എന്നാണ് പറയുന്നത്. അത് വെറുതെ ഉണ്ടായ ഒരു വാക്യമല്ല. അത് ഇന്ത്യയെ ഊട്ടുന്നു, ഇന്ത്യൻ മിലിറ്ററിയെ യുദ്ധകാലത്ത് സഹായിക്കുന്നു. ഇന്ത്യൻ റെയിൽവേ യുദ്ധകാലത്ത് എങ്ങനെ എന്നതാണ് ഈ എപ്പിസോഡിൽ പറയുന്നത്. യുദ്ധം ഒരേ സമയം വാർ ഹീറോസിനെ, യുദ്ധനായകന്മാരെ സൃഷ്ടിക്കുന്നുണ്ട്. ഒപ്പം നമ്മളറിയാതെ അനവധി പേർ യുദ്ധത്തിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരെയും സൃഷ്ടിക്കുന്നുണ്ട്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. യുദ്ധം ഒന്നും പരിഹരിച്ചിട്ടുമില്ല. യുദ്ധത്തിൽ വിജയികളില്ല. ഇതൊക്കെ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം. എന്നാലും നമ്മളൊക്കെ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. യുദ്ധത്തിന് വേണ്ടിയുള്ളതാണ്. മനുഷ്യനിങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. യുദ്ധം ചില അൺസങ് ഹീറോസിനെ കൂടി സൃഷ്ടിക്കുന്നുണ്ട്. വാഴ്ത്തപ്പെട്ട നായകരെ പോലെ ആരും കേൾക്കാത്ത കുറേ മനുഷ്യരെ കൂടി യുദ്ധത്തിൻ്റെ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങളൊരു പക്ഷേ ഒരിക്കലും കേൾക്കാനിടയില്ലാത്ത ഒരു സംഭവം പറയാം, ഒരു ദുരന്തം പറയാം. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുകയാണ്. അന്ന് ഇന്ത്യയിൽ രാജസ്ഥാൻ്റെ അതിർത്തിയിൽ, രാജസ്ഥാൻ പാകിസ്ഥാൻ ബോർഡറിൽ മുനബാവോ എന്ന സ്റ്റേഷനുണ്ട്. അവിടെ ഇന്ത്യൻ പട്ടാളത്തിന് ഉള്ള മെറ്റീരിയൽസുമായി, ആയുധക്കോപ്പുകളും മറ്റ് മെറ്റീരിയൽസുമായി ഒരു ഗുഡ്സ് ട്രെയിൻ തൊട്ടടുത്ത ബാർമർ, 130ഓളം കിലോമീറ്റർ അടുത്തുള്ള ബാർമർ എന്ന സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുകയാണ്. 14 റെയിൽവേ പോലീസ് കോൺസ്റ്റബിൾമാരും 3 ലോക്കോ പൈലറ്റുമാരുമാണ് 6 വാഗനുകളുള്ള ആ ട്രെയിനിനെ ഓടിച്ചുകൊണ്ട് പോകുന്നത്. 1965 സെപ്റ്റംബർ 10 ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധം അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്നു. ട്രെയിൻ ഇങ്ങനെ സഞ്ചരിക്കുന്നു. ഗാദ്ര റോഡ് എന്ന സ്റ്റേഷനിലെത്തുന്നു. അതിലേക്ക് സമീപിക്കുന്നു. ഗാദ്ര റോഡ് മുനബാവോയിൽ നിന്ന് വെറും 38 കിലോമീറ്റർ മാത്രം അകലെയാണ്. യുദ്ധമുന്നണിയിലേക്ക് സാധനങ്ങളുമായി പോകുന്ന ഈ ഗുഡ്സ് ട്രെയിനിന് മുകളിൽ അപ്പോൾ പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ യുദ്ധവിമാനങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. നിമിഷങ്ങൾക്കകം പാകിസ്ഥാൻ വിമാനങ്ങളിൽ നിന്നും ബോംബുകൾ ഈ ഗുഡ്സ് ട്രെയിനിൻ്റെ മുകളിൽ വീഴുന്നു. അതിഭീകരമായ ആ ട്രെയിൻ അതിസ്ഫോടനത്തോടെ നശിക്കുന്നു. ഈ 13 പേരിൽ ചിലരുടെ 6 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനേ പറ്റിയിട്ടില്ല. അത്രയ്ക്ക് ഭീകരമായിരുന്നു ആ സ്ഫോടനം. നിങ്ങൾ ഒരുപക്ഷെ യുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ മനുഷ്യർ രേഖപ്പെടുത്തിയിട്ടേയില്ല. യുദ്ധാനന്തരം പട്ടാളക്കാർ വലിയ ബഹുമതികൾ നേടുന്നു. മരിച്ചവരും അല്ലെങ്കിൽ വലിയ യുദ്ധങ്ങൾ ജയിച്ച നായകന്മാർ രാജ്യമാകെ ഹീറോസായി വാഴ്ത്തപ്പെടുന്നു. എന്നാൽ ഈ കൊല്ലപ്പെട്ട മനുഷ്യർ ഇന്ത്യയുടെ സെക്കൻഡ് ഡിഫൻസായി, ഇന്ത്യൻ പട്ടാളത്തിൻ്റെ പിന്തുണയുമായി, പട്ടാളത്തിനുള്ള പിന്നണിയായി പ്രവർത്തിച്ച ഈ റെയിൽവേ ജീവനക്കാർ ഒരു ചരിത്രത്തിലും, യുദ്ധത്തിൻ്റെ ചരിത്രത്തിലുമില്ല, ഇന്ത്യയുടെ ചരിത്രത്തിലുമില്ല. ഇന്ത്യൻ റെയിൽവേ യുദ്ധമുന്നണിയിൽ പലതരത്തിലാണ് ഇന്ത്യൻ മിലിറ്ററിയെ, പ്രതിരോധ സേനകളെ സഹായിക്കുന്നത്. അത് ചിലപ്പോൾ റോഡുകളുടെയും ബ്രിഡ്ജുകളുടെയും നിർമ്മാണത്തിലൂടെ ആവാം. അപൂർവമായി താൽക്കാലിക വിമാനത്താവളങ്ങൾ പോലും ഇന്ത്യൻ റെയിൽവേ എഞ്ചിനീയേഴ്സ് നിർമ്മിച്ചിട്ടുണ്ട്. അത്ഭുതം, ഒരുപക്ഷെ നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ചില സംഗതികളുണ്ട്. 2ാം ലോക മഹായുദ്ധകാലത്തും 1ാം ലോക മഹായുദ്ധകാലത്തും ഇന്ത്യൻ റെയിൽവേയുടെ ഫാക്ടറികൾ, ഇന്ത്യൻ റെയിൽവേയുടെ വർക്ക്ഷോപ്പുകൾ, പ്രത്യേകിച്ച് ലക്നൌവിലെ ചാർബാഗ് വർക്ക്ഷോപ്പ്, ബോംബെയിലെ പരേൽ വർക്ക്ഷോപ്പ്, ഈ വർക്ക്ഷോപ്പുകൾ ഇന്ത്യൻ മിലിറ്ററിക്ക് വേണ്ടി, അന്നത്തെ അലൈഡ് ഫോഴ്സസിന് വേണ്ടി ഷെല്ലുകളും ഗ്രനേഡുകളുമൊക്കെ നിർമ്മിച്ചു കൊടുത്ത ചരിത്രമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കൻ്റോൺമെൻറ്റ് സ്റ്റേഷനുകളെന്ന് കേട്ടിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ആഗ്ര കൻ്റോൺമെൻറ്റ്,
അല്ലെങ്കിൽ ബാംഗ്ലൂർ കണ്ടോൺമെൻറ്റ്, ഇങ്ങനെ ഡൽഹി കണ്ടോൺമെൻറ്റ്, ഇങ്ങനെ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനുകൾ നിരവധി ഇന്ത്യൻ റെയിൽവേയിലുണ്ട്. എന്താണ് ഈ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനുകൾ എന്നറിയാമോ? ഇത് ഒരു പക്ഷേ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ അകത്തായിരിക്കും ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ വലിയ മിലിറ്ററി ക്യാമ്പുകളിലെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റുകളോട് ചേർന്നിട്ടായിരിക്കും ഈ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനുകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ലക്നൗ കണ്ടോൺമെൻറ്റ് പോലെയുള്ള സ്റ്റേഷനുകൾ ഏത് നിമിഷവും ഒരു പട്ടാള താവളമാക്കി മാറ്റാനുള്ള ശേഷിയോടുകൂടിയാണ്, അതിനുള്ള സംവിധാനങ്ങളോടുകൂടിയാണ് ഇത്തരം കണ്ടോൺമെൻറ്റ് സ്റ്റേഷനുകൾ നിർമ്മിച്ചിട്ടുള്ളത്. യുദ്ധകാലത്ത് ഇന്ത്യൻ മിലിറ്ററിയുടെ മൂവ്മെൻറ്റിന് ഇങ്ങനെയാണ് സഹായിക്കുന്നത്. ഈ റെയിൽവേ വലിയ യുദ്ധവാഹനങ്ങളെ, ടാങ്കുകളുടെ ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ വലിയ മാസ് മൂവ്മെൻറ്റ്, വലിയ എണ്ണത്തിൽ 100,000 പട്ടാളക്കാരെ ഒരുമിച്ച് അതിർത്തി പ്രദേശങ്ങളിലേക്ക്, ഈ രാജ്യത്തെ വിവിധ ക്യാമ്പുകളിൽ നിന്ന് അതിർത്തി പ്രദേശങ്ങളിലേക്ക് മൂവ് ചെയ്യാനുമൊക്കെ ഇന്ത്യൻ റെയിൽവേ ആണ് ആശ്രയിക്കുന്നത്. ഇങ്ങനെ പലതരത്തിൽ ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ മിലിറ്ററിയെ യുദ്ധരംഗത്ത് അതിൻ്റെ ഒരു രണ്ടാം അണിയായി ഇന്ത്യൻ റെയിൽവേ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യൻ റെയിൽവേ മാത്രമല്ല, ഒരുപക്ഷെ ലോകത്തിലെ മിക്ക രാജ്യങ്ങൾക്കും റെയിൽവേ ട്രൂപ്പുകളുണ്ട്. 1948 ഇന്ത്യയിൽ ടെറിട്ടോറിയൽ ആർമി സ്ഥാപിക്കുന്നത്. ആ ടെറിട്ടോറിയൽ ആർമി സ്ഥാപിച്ചതിൻ്റെ തൊട്ടടുത്ത വർഷം 1949 ഇന്ത്യൻ റെയിൽവേ എഞ്ചിനീയറിംഗ് റെജിമെൻറ്റ് സ്ഥാപിച്ചു. 15 യൂണിറ്റുകൾ അന്നുണ്ടായിരുന്നു. ഈ യൂണിറ്റുകൾ ഇന്ത്യൻ ഡിഫൻസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രതിരോധത്തിൻ്റെ ഒരു സെക്കൻഡ് ലൈൻ ഡിഫൻസായി പ്രവർത്തിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ചണ്ഡീഗഡ്, ആഗ്ര ബംഗാളിലാണ്. ഈ റെജിമെൻറ്റുകൾ യുദ്ധകാലത്ത് ഇന്ത്യൻ ആർമിക്ക് ഒരു ബലം നൽകിക്കൊണ്ട് സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസായിട്ട് രണ്ടാം നിര പ്രതിരോധ ശക്തിയായി പ്രവർത്തിച്ച ചരിത്രമുണ്ട്. ഈ 15 യൂണിറ്റുകൾ പിന്നീട് 6 കുറഞ്ഞു. 2022 ആയപ്പോഴത്തേക്കും ആഗ്ര, ചണ്ഡീഗഡ്, അതുപോലെ സെക്കന്ദരാബാദ്, പിന്നെ ഝാൻസി തുടങ്ങി 5 യൂണിറ്റുകൾ നിർത്തലാക്കുകയുണ്ടായി. ജമാൽപൂർ, ഇപ്പോൾ നിലവിൽ ജമാൽപൂർ, ബീഹാറിലെ ജമാൽപൂരിലെ ഒരു യൂണിറ്റ് മാത്രമാണ് ടെറിട്ടോറിയൽ ആർമി ഇന്ത്യൻ റെയിൽവേ എഞ്ചിനീയറിംഗ് റെജിമെൻ്റായി ടെറിട്ടോറിയൽ ആർമിയിൽ നിലനിൽക്കുന്നത്. 1965ലെയും 71ലെയും യുദ്ധങ്ങളിൽ ഇന്ത്യൻ റെയിൽവേയുടെ ഈ ടെറിട്ടോറിയൽ ആർമി വിങ് പലതരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 1979 ബംഗാൾ ക്ഷാമം, 1984 ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, നിങ്ങൾക്കറിയാം, യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിലുണ്ടായ വലിയ രാസസ്ഫോടനത്തിൽ ഇന്ത്യൻ റെയിൽവേ എഞ്ചിനീയറിംഗ് റെജിമെൻറ്റ് എന്ന ടെറിട്ടോറിയൽ ആർമി വിങ് പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2002 ഓപ്പറേഷൻ പരാക്രം, ഇന്ത്യ പാകിസ്ഥാൻ ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻ പരാക്രമിലും ഇന്ത്യൻ റെയിൽവേ ടെറിട്ടോറിയൽ ആർമി പങ്കെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ബൃഹത്തായ ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് ഇന്ത്യൻ റെയിൽവേയുടെ ആരംഭകാലം മുതൽ, അത് ബ്രിട്ടീഷ് ഇന്ത്യൻ കാലമാണെങ്കിലും സ്വതന്ത്ര ഇന്ത്യയുടെ കാലമാണെങ്കിലും ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയുടെ ബാക്ക് ബോണായി എല്ലാ സന്ദർഭങ്ങളിലും ദുരന്തകാലത്തും യുദ്ധകാലത്തുമൊക്കെ പ്രവർത്തിച്ചതിൻ്റെ ധീരമായ ചരിത്രങ്ങളുണ്ട്. അത് പക്ഷേ നമ്മുടെ മുഖ്യധാര ചരിത്രത്തിൽ നമുക്ക് കാണാനേ പറ്റില്ല. ഈവൻ റെയിൽവേ ജീവനക്കാർ പോലും ഇത്തരം ചരിത്രങ്ങൾ, ഇത്തരം ദുരന്തങ്ങളിലൂടെ ഇന്ത്യൻ റെയിൽവേയിലെ സഹോദരങ്ങൾ കടന്നുപോയത് കണ്ടിട്ടുണ്ടാവില്ല, അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ യുദ്ധം നടക്കുമ്പോൾ അതിർത്തിയിൽ നിന്നും അവസാനം പിൻവാങ്ങുന്ന ഒരാൾ, ഇന്ത്യൻ മിലിറ്ററി അതിർത്തി ഏറ്റെടുക്കുമ്പോൾ അതിർത്തിയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അവസാനമായി പിൻവാങ്ങുന്ന ഒരു സിവിലിയൻ, ഒരു റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററോ അവിടുത്തെ ഒരു സാധാരണ ക്ലാസ് 4 ജീവനക്കാരനോ ഒക്കെ ആയിരിക്കും. കീപ് ദ വീൽസ് റോളിംഗ്, വീലുകൾ ചലിച്ചുകൊണ്ടിരിക്കട്ടെ. ഇതൊരു ഇഡിയം ആണ്. അതിൻ്റെ അർത്ഥം സംഗതികളെല്ലാം നേരെ നടക്കട്ടെ എന്നാണ്. അങ്ങനെ ഇന്ത്യയെ ചലിപ്പിക്കുന്ന, ഇന്ത്യയുടെ നട്ടെല്ലായി നിൽക്കുന്ന ഇന്ത്യൻ റെയിൽവേ യുദ്ധമുന്നണിയിലും ഇന്ത്യക്ക് തുണയായി, ഇന്ത്യൻ പട്ടാളത്തിന് തുണയായി, ഇന്ത്യൻ പൗരസമൂഹത്തിന്, ഇന്ത്യൻ ജനതയ്ക്ക് അവരറിയാത്ത ഒരു ശക്തിയായി ഇന്ത്യൻ റെയിൽവേ നിലനിൽക്കുന്നുണ്ട്. കീപ് ദ വീൽസ് റോളിംഗ്. ഈ ലൈഫ് ലൈൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവർക്കും നന്ദി.